Hi dears, Calicut University 6th semester BCom ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 വരുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, GST. ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ സിലബസിൽ 5 മൊഡ്യൂളുകളാണ് വരുന്നത്. അതിലെ ഫസ്റ്റ് 2 മൊഡ്യൂളുകൾ ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്നും പിന്നീട് വരുന്ന 3 മൊഡ്യൂളുകൾ GSTയുടെ ഭാഗത്താണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. പ്രധാനമായിട്ടും 2 ടാക്സുകളാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സും. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ടാക്സ് ഉള്ളത്, ഒന്ന് ഡയറക്റ്റും ഒന്ന് ഇൻഡയറക്റ്റും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ലെവീഡ് ഓൺ ഇൻകം ആൻഡ് ആക്ടിവിറ്റീസ്, ഇൻകത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിനെയും ചാർജ് ചെയ്യുന്ന, ലെവി ചെയ്യുന്ന, ചുമത്തുന്ന ടാക്സ് ആണത് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളാണ് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്. ഇതിൽ വെൽത്ത് ടാക്സ് ഇന്ന് ഇന്ത്യയിലില്ല. അപ്പോൾ മെയിനായിട്ട് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അത് ഇൻകം ടാക്സ് തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഏതാണ്? ഇൻകം ടാക്സ് ആണ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് ലെവീഡ് ഓൺ പ്രൊഡക്റ്റ് ഓർ സർവീസ്, പ്രൊഡക്റ്റിൻ്റെയും സർവീസും. നമ്മളൊരു പ്രൊഡക്റ്റ് വിറ്റു അല്ലെങ്കിൽ ഒരു സേവനം ചെയ്തു, അതിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണത് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് ഇൻകത്തിൻ്റെ മുകളിലും ഇൻഡയറക്റ്റ് ടാക്സ് പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും മുകളിൽ. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളാണ് GST, സെയിൽസ് ടാക്സ്, വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ് ഒക്കെ. അപ്പോൾ GST അല്ലാത്ത എല്ലാ ടാക്സും എന്ത് ചെയ്തിട്ടുണ്ട്? GSTയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്തില്ല? സെയിൽസ് ടാക്സും വാറ്റും എക്സൈസ് ഡ്യൂട്ടിയും ഒന്നും ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ ഒറ്റ ഇൻഡയറക്റ്റ് ടാക്സ് ഉള്ളൂ, അതേതാണ്? GST ആണ്. അപ്പോൾ പ്രധാനമായിട്ടും 2 ടാക്സ് പറഞ്ഞു, ഒന്ന് ഡയറക്റ്റും മറ്റൊന്ന് ഇൻഡയറക്റ്റും. ഡയറക്റ്റിൻ്റെ ഏറ്റവും മേജർ എക്സാമ്പിളാണെന്ത്? ഇൻകം ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ GST. ഈ GSTയുടെ എക്സാക്റ്റ് മീനിങ് നോക്കാം. GST is a single tax on supply of goods and service. ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ ചെയ്യുന്നതിന് ഇല്ല ഒരു സിംഗിൾ ടാക്സ് ആണിത് GST. ഒരു സിംഗിൾ ടാക്സ് ആണിത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എന്തിനാണ്? സപ്ലൈ ഓഫ് ഗുഡ്സിനും സർവീസിനും ഈടാക്കുന്ന ഒരു സിംഗിൾ ടാക്സ് ആണിത് GST. GST typically replace other indirect tax such as sales tax, excise duty, service tax, VAT and create a uniform tax system. GST എന്ത് ചെയ്തു? നിലവിലുണ്ടായിരുന്നു ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. അതായത് സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. ഇത്രയും ടാക്സുകൾക്ക് എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. നമ്മൾ മാറ്റി ഒറ്റ ടാക്സിലേക്ക് കൊണ്ടുവന്നു. അതാണെന്ത്? GST. അതെന്തിനാണ്? ഒരു യൂണിഫോം സിസ്റ്റം, നമ്മുടെ രാജ്യത്തിൽ ഒരു യൂണിഫോം സിസ്റ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി എന്തെന്ന് ബാക്കിയുള്ള എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും എന്ത് ചെയ്തത്? ഒരൊറ്റ ഇൻഡയറക്റ്റ് ടാക്സിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇപ്പം എന്തുള്ളൂ? ഒറ്റ ഇൻഡയറക്റ്റ് ടാക്സ് ഉള്ളൂ. അതിനെ പറഞ്ഞ പേരാണത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. It is a comprehensive multi-stage destination based tax which is levied on value addition, every value addition. ഇതൊരു കോംപ്രഹെൻസീവ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? ഒരു കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ആണ്. ഡെസ്റ്റിനേഷൻ, എവിടെയാണോ നമ്മൾ ഏത് ഡെസ്റ്റിനേഷനിലാണോ സപ്ലൈ ചെയ്തത് അതിൻ്റെ ബേസിലാണ് ഇത് ടാക്സ് ഈടാക്കുക അല്ലേ. ഓരോ വാല്യൂ അഡിഷൻ്റെ മുകളിലാണ് ടാക്സ് എടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? കോംപ്രഹെൻസീവ് ആണ്, മൾട്ടി സ്റ്റേജ് ആണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്.
ലെവിഡ് ഓൺ എവരി വാല്യൂ അഡീഷൻ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോട്ടിംഗ് ആണ് വൺ നാഷൻ വൺ ടാക്സ്. ഒരു രാജ്യത്തിന് എന്ത് മതി? ഒരു ടാക്സ് മതി. ദാറ്റ് ഈസ് കോൾഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ ഓരോ പറയുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്ന് പറഞ്ഞത് സിംഗിൾ ടാക്സ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. എല്ലാ ഇൻഡയറക്റ്റ് ടാക്സും എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. ഒരു കോംപ്രഹെൻസീവ് ആണ്, മൾട്ടി സ്റ്റേജ് ആണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് GST. അതുപോലെ തന്നെ അല്ലെ എവരി വാല്യൂ അഡീഷൻ്റെ മുകളിലാണ് ടാക്സ് ഈടാക്കുന്നത്. പിന്നെന്താ പറയുന്നത്? വൺ നാഷൻ വൺ ടാക്സ് ആണ് GST. നെക്സ്റ്റ് നമുക്ക് GSTയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ഫസ്റ്റ് 2000 പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി, 2000 ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി GST എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ GST എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി ആണ് ഇൻ 2000. ഫസ്റ്റ് ഡേറ്റ്. നെക്സ്റ്റ് ഡേറ്റ് ആണ് 2003. ദ സെൻട്രൽ ഗവൺമെൻറ് ഫോംഡ് എ ടാസ്ക് ഫോഴ്സ് അണ്ടർ വിജയ് കേൾക്കർ. 2003 സെൻട്രൽ ഗവൺമെൻറ് വിജയ് കേൾക്കറുടെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് നിയമിച്ചു. ദെൻ 2004 ദ കേൾക്കർ കമ്മിറ്റി റെക്കമെൻഡഡ് ഫുൾ ഇൻ്റഗ്രേറ്റഡ് GST ടു റീപ്ലേസ് എക്സിസ്റ്റിംഗ് ടാക്സ്. ഈ കേൾക്കർ കമ്മിറ്റി ഉണ്ടല്ലോ, നിലവിലുള്ള ടാക്സ് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഒരു ഫുള്ളായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ത് ചെയ്തു? റെക്കമെൻഡ് ചെയ്തു. 2006, 2007 ഫിനാൻസ് മിനിസ്റ്റർ പി ചിദംബരം 2006, 2007 ബജറ്റിൽ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള പി ചിദംബരം GST സെൻട്രൽ ബജറ്റിൽ അനൗൺസ് ചെയ്തു. അപ്പോൾ നമ്മൾ 4 ഡേറ്റാണ് പറഞ്ഞത്. ആദ്യം 2000 അടൽ ബിഹാരി വാജ്പേയി GST എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2003 സെൻട്രൽ ഗവൺമെൻറ് വിജയ് കേൾക്കറിനത്തിൽ ടാസ്ക് ഫോഴ്സ് നിയമിച്ചു. ഈ ടാസ്ക് ഫോഴ്സ് 2004 ഒരു ഇൻ്റഗ്രേറ്റഡ് GST റെക്കമെൻഡ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് 2006, 2007 യൂണിയൻ ബജറ്റിൽ പി ചിദംബരം, ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള പി ചിദംബരം എന്ത് ചെയ്തു? GST അനൗൺസ് ചെയ്തു. ദെൻ 2009 എംപവേർഡ് കമ്മിറ്റി റിലീസ്ഡ് ദി ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ. 2009 എംപവേർഡ് കമ്മിറ്റി എന്ത് ചെയ്തു? ഫസ്റ്റ് ഒരു പേപ്പർ ഡിസ്കഷൻ GSTയുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ ഡിസ്കസ് ചെയ്തു. ദെൻ 2011 115th അമെൻമെൻറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് സബ്സിക്വൻ്റ്ലി ലാപ്സ്ഡ്. 2011 115ാം അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കി. പക്ഷേ ആ ബില്ല് എന്ത് ചെയ്തു? ലാപ്സായി, അത് നിലവിൽ വന്നില്ല. ദെൻ 2014 122ാം അമെൻമെൻറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോകസഭ. അപ്പോൾ 2014 122ാം ബില്ല് എന്ത് ചെയ്തു? ലോകസഭയിൽ പാസ്സാക്കി. 2014 GST ബില്ല് പാസ്ഡ് രാജ്യസഭ. ആ ബില്ല് എന്ത് ചെയ്തു? 2016 രാജ്യസഭ അംഗീകരിച്ചു. അങ്ങനെ 2017 GST കൗൺസിൽ റെക്കമെൻഡഡ് 4 ടാക്സുകൾ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തു. മാർച്ചിലാണത്, 2017 മാർച്ചിൽ. ഏതൊക്കെയായിരുന്നു 4 ടാക്സ്? CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, IGST ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, UTGST യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇത്തരം ടാക്സുകൾ 2017 എന്ത് ചെയ്തു? റെക്കമെൻഡ് ചെയ്തു. ദെൻ 2017 ഏപ്രിൽ 1 CGST, SGST, IGST, UTGST ആക്റ്റുകൾ നിലവന്നു. ഏപ്രിൽ 1 ഇതിൻ്റെയൊക്കെ ആക്റ്റുകൾ നിലവന്നു. അപ്പോൾ GSTയുടെ ആക്ട് എന്നാണ്? 2017 എല്ലാ GSTയുടെയും ആക്ട് എന്ന് തന്നെയാണ് 2017.
അതിൻ്റെ ഭാഗമായി 2017 ജൂലൈ 1 ഇന്ത്യയിൽ മൊത്തമാകെ എന്ത് ചെയ്തു GST നിലവിൽ വന്നു. അപ്പോൾ 2017 ജി എസ് ടി നിലവിൽ വന്നത്. ഏത് മാസമാണ്? ജൂലൈ 1. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് 2000 അടൽ ബിഹാരി വാജ്പേയി GST എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം 2003 വിജയ് കേൾക്കറിനെതിരെ ടാസ്ക് ഫോഴ്സ് നിയമിച്ചു. 2004 ഈ ടാസ്ക് ഫോഴ്സ് എന്ത് ചെയ്തു? ഒരു ഫുൾ ഇൻറ്റഗ്രേറ്റഡ് GST അവർ റെക്കമെൻഡ് ചെയ്തു. 2006-2007 യൂണിയൻ ബജറ്റിൽ പി ചിദംബരം GST ബില്ല് അനൗൺസ് ചെയ്തു. ദെൻ 2009 എംപവേർഡ് കമ്മിറ്റി GSTയെ കുറിച്ച് ഒരു പേപ്പർ ഡിസ്കസ് ചെയ്തു. 2011 ഒരു 115 ബില്ല് പാസ്സാക്കി. പക്ഷെ എന്ത് ചെയ്തു? അത് നിലവിൽ വന്നില്ല, ലാപ്സ് ആയിപ്പോയി. 2014 122. അപ്പോൾ GST വന്ന ബില്ല് ഏതാണ്? 122 അമെൻമെൻറ്റ് ബില്ലാണ്. അത് ലോകസഭയിൽ പാസ്സാക്കി. 2016 രാജ്യസഭ അത് അംഗീകരിച്ചു. 2017 GST കൗൺസിൽ 4 GSTകൾ റെക്കമെൻഡ് ചെയ്തു. 2017 ഏപ്രിൽ 1 അതിൻ്റെ ആക്റ്റുകൾ നിലവിൽ വന്നു. 2017 ജൂലൈ 1 GST ഇന്ത്യയിൽ നിലവിൽ വന്നു. ഇതാണ് GSTയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് GSTയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് പഠിച്ചതിന് GSTയുമായി ബന്ധപ്പെട്ട ഒരുവിധം ആൻസർ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഫസ്റ്റ് ആണ് GST അപ്ലിക്കബിൾ ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മൾ മീനിങ്ങിലും ഈ ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതി. GST അപ്ലിക്കബിൾ എന്തിനാണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനാണ്. ദെൻ GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ്. നമ്മൾ ഏത് ഏരിയയിലാണോ സ്വീകരിച്ചത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് ആണത് GST. GST ഈസ് ടു ബി പെയ്ഡ് ടു അക്കൗണ്ട് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സെപ്പറേറ്റ്ലി. GSTയിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കും സെപ്പറേറ്റ് ആയിട്ട് എന്ത് നൽകും? ടാക്സുകൾ നൽകും. GST ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് റവന്യൂ ആണിത് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST അപ്ലൈ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസ് എക്സെപ്റ്റ് ഹ്യൂമൻ കൺസംഷൻ ആൽക്കഹോൾ. നമ്മൾ GSTയിൽ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസും വരും. എന്ത് ഒഴികെ ഹ്യൂമൻ കൺസംഷൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ, അതായത് നമ്മൾ കള്ളുകളൊക്കെ ഉണ്ടല്ലോ, ഹ്യൂമൻ കൺസംഷൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഒഴികെയുള്ള എല്ലാ വസ്തുക്കളും എന്തിൽ വരും? GST വരും. ആൽക്കഹോളിന് എന്താണ്? സ്റ്റേറ്റ് ടാക്സ് ആണ്. നമ്മളെ കേരളത്തിലൊക്കെ കേരള സ്റ്റേറ്റ് ടാക്സ് ആണ് എന്തുള്ളത്? ആൽക്കഹോളിനുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, എല്ലാ ഗുഡ്സും സർവീസും എന്തിൽ വരും? GSTൻ്റെ അണ്ടറിൽ വരും. എന്ത് വരില്ല? ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ GSTൻ്റെ അണ്ടറിൽ വരില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ് വുഡ് ബി സബ്ജക്റ്റ് ടു GST. ടൊബാക്കോയും അതുപോലെ തന്നെ ടൊബാക്കോ പ്രൊഡക്റ്റും GSTൻ്റെ അണ്ടറിലാണ്. GST വുഡ് ബി സബ്ജക്റ്റ് ടു പാൻ ബേസ്ഡ് രജിസ്ട്രേഷൻ. GSTയിൽ നമ്മൾ പാൻ ബേസ്ഡ് രജിസ്ട്രേഷൻ ആണ്. പാൻ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറാണ്. നമുക്ക് പഠിക്കാൻ ടോപ്പിക്കാണ് കേട്ടോ. പാന് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറാണ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച കാര്യങ്ങളാണ്. പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറാണ് പാന്. അപ്പോൾ പാൻ ബേസ്ഡാണ് എന്നുള്ളത് GSTയിലെ രജിസ്ട്രേഷൻ നടക്കാം. നെക്സ്റ്റ് പോയിന്റ് ആണ് GST കൗൺസിൽ ഡിസൈഡഡ് ഓൺ ടാക്സ് റേറ്റ്. GSTയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. ടാക്സ് റേറ്റുകൾ, അതുപോലെ തന്നെ എക്സംഷന് ആൻഡ് അതർ GST റിലേറ്റഡ് മാറ്റർ. GSTയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. ദെൻ നെക്സ്റ്റ് ആണ് എലിമിനേറ്റ്സ് കാസ്കാഡിംഗ് എഫക്റ്റ് ഓഫ് ടാക്സസ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഈ GST ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മേജർ റീസൺ ആണ് ഈ കാസ്കാഡിംഗ് എഫക്റ്റ്. കാസ്കാഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ നമ്മൾ
ഈ വാറ്റ് വാല്യൂ ആഡഡ് ടാക്സും അല്ലെങ്കിൽ സെയിൽസ് ടാക്സൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു പ്രൊഡക്റ്റിന് തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ ടാക്സ് കൊടുക്കണം. അതായത് 2 ടാക്സ് കൊടുക്കണം. അത് ഒഴിവാക്കുക. അതിന് നമ്മൾ എന്ത് വന്നത് കാസ്കാഡിങ് എഫക്റ്റ്. അപ്പോൾ GST ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? എലിമിനേറ്റിംഗ് കാസ്കാഡിങ് എഫക്റ്റ് ഓഫ് ടാക്സസ്. അതായത് ടാക്സ് ഓൺ ടാക്സ്, ഡബിൾ ടാക്സ് അവോയ്ഡ് ചെയ്യുക. ദ ഫോളോവിങ് ടാക്സസ് അണ്ടർ GST. GST വരുന്ന പ്രധാനപ്പെട്ട ടാക്സുകളാണ് SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, IGST ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട ടാക്സുകളാണ് എന്ത് വരുന്നത് GST വരുന്നത്. ഒരു ടാക്സും കൂടി വരും UTGST, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് എന്തിനു പകരമാണ്? സ്റ്റേറ്റിന് പകരമാണ്. ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആയിരിക്കും. ഇന്ത്യയിൽ എന്തുണ്ട്? 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് GST. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിയും. നമ്മൾ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ GSTയുമായി ബന്ധപ്പെട്ട ഒരുവിധം ബേസിക് ചോദ്യത്തിനും ഫീച്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആണ് 1 country 1 ടാക്സ് സിസ്റ്റം. ഒരു രാജ്യത്തിന് ഒരു ടാക്സ് എന്നതാണ് GST ലക്ഷ്യം വെക്കുന്നത്. സെക്കൻഡ് ആണ് റെഡ്യൂസ് ടാക്സ് ഇവേഷൻ. ടാക്സ് ഇവേഷൻ പറഞ്ഞാൽ ഇല്ലീഗൽ മെത്തേഡിലൂടെ ടാക്സ് കുറക്കുന്നതിനാണ് വന്നത്. നമ്മൾ ടാക്സ് ഇവേഷൻ GSTയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം ഇല്ലീഗൽ ടാക്സിനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെ തടയാൻ സഹായിക്കും. ദെൻ റെഡ്യൂസ് കറപ്ഷൻ, അഴിമതികൾ ഇല്ലാതാക്കാൻ കഴിയും. അതുപോലെ തന്നെ റെഡ്യൂസ് എക്കണോമിക് ഡിസ്ട്രോഷൻ, സമ്പത്തിൻ്റെ ഡിസ്ട്രോഷൻ, അതായത് ഒരാളിൽ മാത്രം സമ്പത്ത് നിൽക്കുന്ന പ്രവണത, അത് കുറക്കാൻ എന്ത് സഹായിക്കും? GST സഹായിക്കും. അതുപോലെ തന്നെ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടും. അതുപോലെ തന്നെ GDP റേഷ്യോ, ടാക്സിലെ GDP റേഷ്യോ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ഇൻക്രീസ് ടാക്സ് റെഗുലേഷൻ ആൻഡ് കംപ്ലൈൻസ്, അല്ലേ? ഇന്ത്യയിലെ ടാക്സിൻ്റെ റെഗുലേഷൻസൊക്കെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ യൂണിഫോം രജിസ്ട്രേഷൻ ആൻഡ് പേയ്മെൻറ്റ്, അല്ലേ? ഒരു യൂണിഫോമിറ്റി രജിസ്ട്രേഷനിലും പേയ്മെൻറ്റിലും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനും GST സഹായിക്കും. അപ്പോൾ ഓരോ ഒബ്ജക്റ്റീവ്സും കൃത്യമായിട്ട് പോയിന്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ് എലിമിനേറ്റിംഗ് ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ്, അതായത് കാസ്കാഡിങ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ GST സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്, അല്ലെ? ഒരു പ്രൊഡക്റ്റിൻ്റെ വില കുറയാൻ GST സഹായിക്കുന്നു. 1 point സിംഗിൾ ടാക്സ്, ഒരു പോയിന്റിൽ ഒറ്റ ടാക്സ് മതി. അതൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. ദെൻ യൂണിഫോമിറ്റി ഓഫ് ടാക്സ് റേറ്റ്, ടാക്സ് റേറ്റിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ GST സഹായിക്കും. അതുപോലെ തന്നെ എലിമിനേറ്റ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സാക്ഷൻ, ടാക്സിൽ ഒരുപാട് മൾട്ടിപ്പിൾ ടാക്സ് ഉള്ളത്, ഒരുപാട് ടാക്സ് ഉണ്ടായില്ല, വാറ്റ്, സെയിൽസ് ടാക്സ്, ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കും. ദെൻ ഈസി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ്, പെട്ടെന്ന് പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ GST സഹായിക്കും. അതുപോലെ തന്നെ ഈസി കംപ്ലൈൻറ്റുകളൊക്കെ പെട്ടെന്ന് കുറക്കാൻ GST സഹായിക്കും. റെഡ്യൂസിങ് ട്രാൻസാക്ഷൻ കോസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ റെഡ്യൂസ് കറപ്ഷൻ, അഴിമതി അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് GST പറഞ്ഞു, GSTയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇനി വരുന്ന ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓഫ് GST ടു വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. വ്യത്യസ്തമായുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് GSTയുടെ ബെനിഫിറ്റ് ജസ്റ്റ് പോയിന്റ് വായിച്ചു പോയാൽ മതി. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഈ പോയിന്റുകൾ വായിച്ചു പോകാം. ഓക്കെ അല്ല. ഒന്ന് പറയുന്നത് ഒരു സ്റ്റേക്ക് ഹോൾഡറാണ് ബെനിഫിറ്റ് ടു GST സിറ്റിസൺ, പൗരന്മാർക്കുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അല്ലേ? സിമ്പിൾ ടാക്സ് സിസ്റ്റം, ഒരു സിമ്പിളായ ടാക്സ് സിസ്റ്റമാണ്. ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. ട്രാൻസ്പെറൻസി,
ടാക്സിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ സഹായിക്കും. യൂണിഫോം പ്രൈസസ്, ഒരേ രീതിയിലുള്ള പ്രൈസ്, ഒരു യൂണിഫോം പ്രൈസ് നിലനിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ പ്രൈസസ് ഓഫ് ഗുഡ്സ്, അല്ലെ, ഗുഡ്സിൻ്റെ വില കുറയാനും ജി എസ് ടി സഹായമാകും. പല ഗുഡ്സിൻ്റെയും വില കുറയും. നമുക്ക് ജി എസ് ടിയിൽ വന്നു കഴിഞ്ഞാൽ ചില ഗുഡ്സിൻ്റെ ഒക്കെ എന്ത് ചെയ്യും, വില കുറക്കാൻ സഹായിക്കുമാകും. അപ്പോൾ സിറ്റിസൺ, പൗരന്മാർക്കുള്ള ബെനിഫിറ്റാണ്. ജസ്റ്റ് പോയിന്റുകൾ മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ടോപ്പിക് ഒന്നും പഠിക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പോയിന്റുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. നെക്സ്റ്റ് ആണ് ബെനിഫിറ്റ് ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, അല്ലെ, കച്ചവടക്കാർക്കും ഇൻഡസ്ട്രികൾക്കും ഉള്ള ബെനിഫിറ്റ്. അത് ഫസ്റ്റ് ആണ് റിഡക്ഷൻ ഇൻ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ്, അല്ലേ, ഒരുപാട് ടാക്സ് ഉള്ളത് എന്ത് ചെയ്തു, കുറക്കാൻ സഹായിക്കുന്നു. ദെൻ മിറ്റിഗേഷൻ ഓഫ് ഡബിൾ ടാക്സാക്ഷൻ അവോയ്ഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് കോമൺ നാഷണൽ മാർക്കറ്റ്, ഒരു കോമൺ നാഷണൽ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സിംപ്ലർ ടാക്സ് റെജിം, അല്ലേ, ടാക്സ് റേറ്റ് ഒക്കെ വളരെ സിംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് ന്യൂട്രലൈസേഷൻ ഓഫ് ടാക്സ്, അല്ലെ, എഫിഷ്യൻ്റായിട്ട് അത് ഉപയോഗിക്കാനും സഹായിക്കുന്നു. ടാക്സുകളൊക്കെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാനും സഹായിക്കുന്നു. നെക്സ്റ്റ് ആണ് ബെനിഫിറ്റ് ടു ഗവൺമെൻറ്. ഫസ്റ്റ് പോയിന്റ്, സിംപ്ലർ ടാക്സ് സിസ്റ്റം സിംപ്ലിഫൈ ചെയ്യാൻ. പെട്ടെന്ന് നമുക്ക് ജി എസ് ടി മാത്രമേ ഉള്ളൂ, ഒരുപാട് ടാക്സ് ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയും. ദെൻ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സ്, അല്ലേ, വിഭവങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇംപ്രൂവ്ഡ് റവന്യൂ കളക്ഷൻ, ഗവൺമെൻറ്റിന് പെട്ടെന്ന് റവന്യൂ കളക്ട് ചെയ്യാൻ ജി എസ് ടിയുടെ സഹായിക്കും. ദെൻ ബോർഡണിങ് ഓഫ് ടാക്സ് ബേസ്, അല്ലെ, ടാക്സിലെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറക്കാൻ സഹായിക്കും. റെഡ്യൂസ് ടാക്സ് ഇവേഷൻ, ഇല്ലീഗൽ രീതിയിലുള്ള ടാക്സിലെ വെട്ടിപ്പും കാര്യങ്ങളൊക്കെ തടയാൻ സഹായിക്കും. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ലിമിറ്റേഷൻ ഓർ നെഗറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ജി എസ് ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്തതുകൊണ്ടുള്ള ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകളാണ് ജി എസ് ടിക്കുള്ളത്. അതിലൊന്നാണ് ഡ്വൽ ടാക്സ് സിസ്റ്റം, അതായത് രണ്ട് ടാക്സ് ഉണ്ട് എന്നുള്ളത്. നമ്മൾ, അല്ലേ, ഇപ്പോൾ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ സി ജി എസ് ടിയും കൊടുക്കണം, എസ് ജി എസ് ടിയും കൊടുക്കണം. അതൊരു ലിമിറ്റേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ബിസിനസ് ചലഞ്ച്, ഒരു ഷോർട്ട് ടേം ബിസിനസ് ചലഞ്ച് മാത്രമേ ജി എസ് ടിയിലൂടെ ലക്ഷ്യം വെക്കുന്നു. ലോങ് ടേമിലേക്കുള്ള ബിസിനസ്സിലൊന്നും ഇതില്ല, പ്രാധാന്യമില്ല എന്നത് ഒരു ലിമിറ്റേഷനാണ്. അതുപോലെ തന്നെ കോസ്റ്റ് കൂടും, ഓപ്പറേഷൻ കോസ്റ്റ് കൂടും എന്നത് മറ്റൊരു ലിമിറ്റേഷനാണ്. ദെൻ ഓൺലൈൻ ട്രാൻസാക്ഷൻ സിസ്റ്റം, എല്ലാ കാര്യങ്ങളും ഓൺലൈനിലൂടെ നടക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ്, നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളും മറ്റു ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ ലിമിറ്റേഷനാണ്. ദെൻ ഒരുപാട് രജിസ്ട്രേഷൻ ഉണ്ട്. നമ്മൾ സി ജി എസ് ടിക്ക് ഒരു രജിസ്ട്രേഷൻ എടുക്കണം, എസ് ജി എസ് ടിക്ക് മറ്റൊരു രജിസ്ട്രേഷൻ എടുക്കണം, ദെൻ ഐ ജി എസ് ടി ആണെങ്കിൽ വേറെ രജിസ്ട്രേഷൻ എടുക്കണം. അങ്ങനെ ഒരുപാട് രജിസ്ട്രേഷൻ ഉള്ളത് എന്താണ്, ഒരു ലിമിറ്റേഷനാണ്. ദെൻ ഇൻഡിജിനസ് മാനുഫാക്ചറിങ് എന്നത് മറ്റൊരു ലിമിറ്റേഷനാണ്. റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ, അല്ലേ, ഇൻകത്തിൻ്റെ വിതരണം ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനാണ്. അതുപോലെ കോംപ്ലക്സിറ്റീസ് ഓഫ് ബിസിനസ്മാൻ്റെ സങ്കീർണതയും ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ ഈ ലിമിറ്റേഷനൊക്കെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് വായിച്ചു പോകട്ടെ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഉണ്ടായാൽ മതി. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഡെഫിനിഷൻസ് അണ്ടർ ജി എസ് ടി. ജി എസ് ടി ആക്ടിൽ ഒരുപാട് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്, പല ടേമുകളുടെയും ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അതിലെല്ലാ ഡെഫിനിഷൻസൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാണ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരൻ. ഏജൻറ്റ് മീൻസ് എ പേഴ്സൺ ഇൻക്ലൂഡിങ്, ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തികളാണ്. അതിൽ ആരൊക്കെ വരും, ഫാക്ടർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് റിസീവബിൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഫാക്ടർ. ബ്രോക്കർ വരും, കമ്മീഷൻ ഏജൻറ്റ് വരും,
അർഹത വരും, ഡെലിക്കർ ഏജൻറ്റ് വരും, ആൻഡ് ഓക്ഷർ വരും, ഓർ എനി അതർ മെർച്ചൻ്റ് ഏജൻറ്റ് ബൈ വദർ നെയിം കാൾഡ് ഹു ക്യാരി ഓൺ ബിസിനസ് ഓഫ് സപ്ലൈ ഓർ റെസിപ്പിയൻ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഓൺ ബിഹാഫ് ഓഫ് അനദർ. അല്ലേ, ഒരു സപ്ലയർക്കും ഒരു റെസിപ്പിയൻറ്റിനും ഇടയിൽ പ്രവർത്തിക്കുന്ന, ഇയാൾ സപ്ലൈ ചെയ്യുമ്പോഴും ഇയാൾ ഗുഡ്സ് സ്വീകരിക്കുമ്പോൾ ഇവർക്ക് ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ് ആര്? ഏജൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് ഒരു ഏജൻറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ആരൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തികളുടെ പേരുണ്ടല്ലോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും വ്യക്തികളുടെ പേരുകൾ ഈ ഒരു ഡെഫിനിഷനിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ആരൊക്കെയാണോ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് അവർക്കാണ് എന്ത് പറയുന്നത്? ഏജൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷനാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ. അഗ്രിഗേറ്റ് ടേൺ ഓവർ പറഞ്ഞാൽ ഒരു സ്ഥാപനം മൊത്തത്തിൽ സപ്ലൈ നടത്തിയ ഓവറോൾ ആയിട്ടുള്ള വാല്യൂവിന് പറഞ്ഞ പേരാണിത് അഗ്രിഗേറ്റ് ടേൺ ഓവർ. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എ ലിമിറ്റഡ് പറഞ്ഞ സ്ഥാപനം ഒരു 10 ലക്ഷം രൂപയുടെ മൊത്തം സപ്ലൈ നടത്തി. ആ 10 ലക്ഷമാണെന്ത്? അഗ്രിഗേറ്റ് ടേൺ ഓവർ. അഗ്രിഗേറ്റ് ടേൺ ഓവർ മീൻസ് അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈ. എല്ലാ ടാക്സബിൾ സപ്ലൈയുടെയും അഗ്രിഗേറ്റ് വാല്യൂ ആണെന്ന് പറഞ്ഞത് അഗ്രിഗേറ്റ് ടേൺ ഓവർ. എക്സ്ക്ലൂഡിങ് അതിൽ വരൂല വാല്യൂ ഓഫ് ഇൻവേർഡ് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് പേബിൾ ബൈ എ പേഴ്സൺ ഓൺ റിവേഴ്സ് ചാർജ് ബേസ്. റിവേഴ്സ് ചാർജ് ബേസിൽ, റിവേഴ്സ് ചാർജ് ബേസ് എന്ന് പറഞ്ഞാൽ റെസിപ്പിയൻ്റ് ഉണ്ടല്ലോ, സ്വീകർത്താവ്, അയാൾ ടാക്സ് കൊടുക്കുന്ന ബേസിലാണ് ടാക്സ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് വരില്ല? അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ വരില്ല. അപ്പോൾ എന്താ റിവേഴ്സ് ചാർജ് ബേസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. ദെൻ എക്സംപ്റ്റ് സപ്ലൈ വരും, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് വരും, അതുപോലെ തന്നെ ബോത്ത് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഒക്കെ വരും. അതായത് സെയിം പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ വെച്ചിട്ട്, സെയിം പാൻ വെച്ചിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന മൊത്തം ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും തുകക്ക് പറഞ്ഞ പേരാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ. അതിൽ ഒന്ന് മാത്രം അതിൽ ഉൾക്കൊള്ളുക, എന്താണ്? റിവേഴ്സ് ചാർജിൽ ടാക്സ് കൊടുത്തത് മാത്രം അഗ്രിഗേറ്റ് ടേൺ ഓവർ വരില്ല. ബാക്കിയുള്ള എല്ലാ ഗുഡ്സും, ഏത് എക്സംപ്റ്റ് ആയിക്കോട്ടെ, ഏത് ഗുഡ്സിൻ്റെയും മൊത്തം ടേൺ ഓവറിന് പറഞ്ഞ പേരാണിത് അഗ്രിഗേറ്റ് ടേൺ ഓവർ. മറ്റൊരു പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് മീൻസ് ദ വാല്യൂ ഓഫ് വിച്ച് ഈസ് ക്യാപിറ്റലൈസ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി പേഴ്സൺ ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് വിച്ച് ഈസ് ആർ യൂസ്ഡ് ഓർ ഇൻറ്റൻറ്റഡ് ടു ബി യൂസ്ഡ് ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. അല്ല, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സിൻ്റെ വാല്യൂ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അക്കൗണ്ടിൽ ക്യാപിറ്റലൈസ് ചെയ്ത് കാണിക്കണമെങ്കിൽ അത്തരം ഗുഡ്സിന് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് അവർക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും? ITC, ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സിൻ്റെ വാല്യൂ എന്തിട്ടുണ്ടായിരിക്കും? അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ITC ക്ലെയിം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ടായിരിക്കും? ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പേരിൽ ആ ഒരു ഹോൾഡർക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്ന ഒരു ഡെഫിനിഷനാണ് കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ. കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ പറഞ്ഞാൽ ഒക്കേഷണലായിട്ട് ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഒന്നും ഇല്ലാതെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് ആര്? കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ. Casual taxable person means a person who occasionally undertake transaction. അല്ലേ, ഒക്കേഷണലായിട്ട് ട്രാൻസാക്ഷൻ അണ്ടർടേക്ക് ചെയ്യുന്നവരാണ് ആര്? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഇൻവോൾവിങ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഇൻ ദി കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് വെദർ ആസ് എ, അവർ പ്രിൻസിപ്പൽ ആവാം, ഏജൻ്റ് ആവാം, ഓർ എനി അതർ കപ്പാസിറ്റി ഇൻ എ സ്റ്റേറ്റ് ഓർ എ യൂണിയൻ ടെറിട്ടറി where he has no fixed place of business. അപ്പോൾ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാതെ സാധനങ്ങൾ സപ്ലൈ നടത്തുന്ന അല്ലെങ്കിൽ സർവീസ് നടത്തുന്ന വ്യക്തികളാണ് ആര്? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. അവർക്ക് എന്തുണ്ടായിരിക്കില്ല? ഒരു യഥാർത്ഥത്തിൽ ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കില്ല. പക്ഷെ അവരെന്ത് നടത്തുന്നുണ്ട്? സാധനങ്ങളുടെ സപ്ലൈ ഒക്കേഷണലായിട്ടൊക്കെ നടത്താറുണ്ട്. അത്തരം വ്യക്തികളെ എന്ത് പറയുന്നത്? കാഷ്വൽ
ടാക്സബിൾ പേഴ്സൺ. ഏറ്റവും മെയിൻ സെൻറ്റൻസ് ആണ് ഹാസ് നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ്. ഈ ഒരു ടേം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് വരുന്ന ഡെഫിനിഷൻ ആണ് ഗുഡ്സ്. അപ്പോൾ ജി എസ് ടിയിൽ ഗുഡ്സ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ജി എസ് ടിയുടെ ഫുൾ ഫോം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അതിൽ ഗുഡ്സ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഗുഡ്സ് റെഫേഴ്സ് ടു ഓൾ ടൈപ്സ് ഓഫ് മൊബൈൽ പ്രോപ്പർട്ടി. എല്ലാ മൊബൈൽ പ്രോപ്പർട്ടിയും എന്തിൽ വരും? ഗുഡ്സിൽ വരും. ഇൻക്ലൂഡിങ് അതിൽ ഉൾക്കൊള്ളും. ആക്ഷനബിൾ ക്ലെയിം വരും. ഗ്രോയിങ് ക്രോപ്സ് വരും. ഗ്രാസ് വരും. ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ദി ലാൻഡ്. ലാൻഡുമായി അറ്റാച്ച് ചെയ്ത എല്ലാ തിങ്സുകളും ഗുഡ്സ് വരും. ദാറ്റ് ആർ എഗ്രീഡ് ടു ബി സെർവ്ഡ് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. അല്ലേ, സപ്ലൈയിലോ അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് സപ്ലൈ വരുന്ന എല്ലാ ഗുഡ്സുകളും, ഒരു ലാൻഡുമായി അറ്റാച്ച് ചെയ്ത എല്ലാ ഗുഡ്സുകളും, ഗ്രോയിങ് ക്രോപ്സും ഗ്രാസും ഒക്കെ എന്തിൽ വരും? ഗുഡ്സ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ. എക്സ്ക്ലൂഡിങ് എന്ത് മാത്രം വരില്ല? സെക്യൂരിറ്റീസ് ആൻഡ് മണി അല്ലാത്ത എല്ലാ വസ്തുക്കളും വരുന്നതാണെന്ത്? ഗുഡ്സ്. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഗുഡ്സിൽ എന്തുമില്ല, എക്സ്ക്ലൂഡ് ആണ് സെക്യൂരിറ്റീസ് ആൻഡ് മണി. നെക്സ്റ്റ് വരുന്ന ഡെഫിനിഷൻ ആണ് സർവീസസ്. സർവീസസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ്. ഗുഡ്സും മണിയും സെക്യൂരിറ്റീസും അല്ലാത്ത എല്ലാ കാര്യങ്ങളും വരുന്നതാണിത് സർവീസ്. അപ്പോൾ സർവീസിൽ എന്ത് വരില്ല? ഗുഡ്സ് വരില്ല, മണി വരില്ല, സെക്യൂരിറ്റീസ് വരില്ല. അപ്പോൾ സർവീസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റി. The term services include activities relating to use of money. നമ്മൾ പണത്തെ ഉപയോഗം, നമ്മൾ പണം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്താലും അത് സർവീസ് ആയിരിക്കും. പണം എന്തല്ല, സർവീസ് അല്ല. പണം ഉപയോഗിച്ചിട്ട് അതിലെന്തെങ്കിലും കൺവേർഷനോ, ഒരു സാധനം അല്ലെ, പൈസ ഒരാൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ അത് സർവീസാണ്. പണം എന്തല്ല, സർവീസ് അല്ല. കൺവേർഷൻ ഓഫ് ക്യാഷ് സർവീസ് വരും. ഓർ ബൈ അതർ മോഡ് ഫ്രം currency or denomination to another from currency or denomination for which a separate consideration charged. അതായത് നമ്മൾ പണം കൈമാറുക, പണം ഒരാൾക്ക് കൊടുക്കുക, അതൊക്കെ എന്താണ്? സർവീസാണ്. പക്ഷെ എന്ത് വരില്ല? പണം എന്നത് സർവീസ് അല്ല. പണം കൈമാറലും അതിൻ്റെ ഡിനോമിനേഷനൊക്കെ എന്താണ്? സർവീസിൽ വരും. അപ്പോൾ സർവീസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ്.